ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് 1 വീക്കിൽ നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്താണ് എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ അടുത്ത ഒരാഴ്ച എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എന്തൊക്കെ അഡ്വൈസ് ഉണ്ടെന്ന് നോക്കാം. ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച മെറ്റീരിയൽ ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതായിരിക്കാം, നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിരിക്കാം. അപ്പോൾ അതൊരു ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതൊരു പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവിക സ്വത്ത് നിങ്ങളുടെ കയ്യിൽ വരുന്നതായിരിക്കാം, നിങ്ങൾ പാസ്റ്റ് ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഒരു ഫലം കിട്ടുന്നതായിരിക്കാം. എന്തു തന്നെയായാലും ഈ ഒരു ആഴ്ചയിൽ ശരിക്കും നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു കാര്യം കൊണ്ട്, അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ഒരു കാര്യം കൊണ്ട് എങ്ങനെയൊക്കെ അത് വിനിയോഗിക്കാം എന്ന് നിങ്ങൾ ആലോചിക്കും. കാരണം ചില ആൾക്കാർക്ക് ഇതൊരു ലോണോ ചിട്ടിയോ ഒക്കെ കിട്ടുന്ന ഒരു എനർജി ആയിരിക്കാം. ശരിക്കും എല്ലാ കാര്യത്തോടും ഒരു വളരെ നയപരമായ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും നിങ്ങൾ ഈ ഒരാഴ്ച എടുക്കാൻ പോകുന്നത്. എത്ര വലിയ പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വന്നാലും നിങ്ങൾ വളരെ ഒരു അത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വളരെ മറ്റാരെയും വേദനിപ്പിക്കാതെ അല്ലെങ്കിൽ ആരെയും വെറുപ്പിക്കാതെ ഒരു നല്ല അപ്രോച്ച് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ഈ ഒരു 1 വീക്കിൽ നിങ്ങൾ എടുക്കുന്നതെന്നാണ് കാണുന്നത്. വീണ്ടും ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ആദ്യം ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ നിങ്ങൾ കൂടുതൽ ഒരു ഫെമിനൈൻ എനർജിയിൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും. ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഒരു ഈഗോ ഒന്ന് കുറച്ച് വെക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഏത് സിറ്റുവേഷനിൽ താമസിക്കുന്ന ആൾക്കാരായാലും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് നിങ്ങളുടെ ഒരു ഹൃദയം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ആലോചിക്കണം എന്നാണ്. നിങ്ങളുടെ അനലിറ്റിക്കൽ മൈൻഡ് ഒന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഈഗോ ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഈഗോ ഉണ്ടാകേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമായിരിക്കാം. അത് ചിലപ്പോൾ സ്ഥാനക്കയറ്റമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും നിങ്ങളെ ഒരു നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു റെസ്പെക്റ്റ് തരുന്നൊരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ വളരെ ഒരു സെറ്റിൽഡ് ആകുന്ന ഒരു സമയമായിരിക്കാം. മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടായിരിക്കാം. എന്ത് തന്നെയായാലും അത് കാണുമ്പോൾ നമ്മളൊന്ന് ഒരു ഈഗോ ഒന്ന് മാറ്റി വെക്കണം എന്നാണ് കാണുന്നത്. ശരിക്കും ഈ ഒരു 1 വീക്കിൽ നിങ്ങളൊന്ന് ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാ കാര്യത്തിലും എടുക്കേണ്ടതായിട്ടുണ്ട്. എത്ര വലിയ പ്രശ്നം വന്നാലും നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഒരു വലിയ സെൻസിബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് വരുന്നത്. കാരണം നിങ്ങളെ ഉപദ്രവിച്ചവരെയോ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥ ഈ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നിങ്ങളുടെ വീട്ടിലായിരിക്കാം, ഹസ്ബൻഡോ വൈഫോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻലോസോ, അല്ലെങ്കിൽ മാതാപിതാക്കളോ ആര് തന്നെ ആയിരിക്കാം. അപ്പം നിങ്ങൾക്കൊരു മൂല്യവും തരാതെ നിങ്ങളുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ഒരു അവസ്ഥ മറ്റുള്ളവർക്ക് വന്നേക്കാം. പക്ഷേ അത് നിങ്ങൾ ഈഗോ എന്ന് പറയുന്നൊരു സംഗതി, ഇതൊരു എന്നെ അന്ന് അങ്ങനെ ചെയ്തതാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്നെ ചെറുതാക്കി കണ്ടതാണ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ഉണ്ടാകരുത്. അതൊരു കർമ്മ ഉണ്ടാക്കും. കാരണം നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത കാര്യത്തിൻ്റെ ഫലമായിട്ടായിരിക്കണം ഈ ഒരു ജന്മത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്ത കാര്യം മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്നു, ആ കർമ്മം തീർക്കുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക എപ്പോഴും. അതല്ലാതെ വീണ്ടും നമ്മളത് മറന്നുകൊണ്ട് വീണ്ടും ഈ ഒരു ജന്മത്തിൽ അവർ ചെയ്ത കാര്യങ്ങൾക്ക് വീണ്ടും നമ്മൾ തിരിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും അതൊരു കർമ്മ. അപ്പോൾ കർമ്മ എന്ന് വെച്ചാൽ ഒരു സൈക്കിൾ പോലെ വന്നുകൊണ്ടേയിരിക്കും. അതുകൂടി മനസ്സിലാക്കുക. നമ്മൾ സ്പിരിച്വൽ ആകുമ്പോൾ കർമ്മയിൽ നിന്നും കുറച്ചൊക്കെ നമുക്ക് റിലീസാകാൻ പറ്റുമെങ്കിലും അത് ചെറിയൊരു അനുഭവം തന്നെ നമുക്ക് നമ്മളെ വിട്ടുമാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്തൊരു കർമ്മ ഉണ്ടാക്കി വെക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു 1 വീക്ക് എന്ന് പറയുമ്പോൾ ഗോള്
നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ കോർട്ടിൽ പന്ത് വരുമ്പം നമുക്ക് ഒന്ന് ചെയ്ത് കളയാമെന്ന് ചിന്തിക്കരുത്. അവർ പാസ്റ്റിൽ ചെയ്ത കാര്യത്തിന് നമുക്കൊന്ന് റിവെഞ്ച് ചെയ്യാമെന്നൊന്നും ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കാതിരിക്കുക. എല്ലാത്തിനെയും നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുക. കാരണം ഇത് ഫ്യൂച്ചറിൽ വീണ്ടും ഇത് ചിലപ്പോൾ അവരുടെ അടുത്തേക്ക് തന്നെ വീണ്ടും പോകാം എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാം. അപ്പം നമ്മളുടെ കയ്യിൽ കിട്ടുന്ന കാര്യം നേരായ വിധത്തിൽ നമ്മൾ അത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പോൾ അത് എപ്പോഴും മനസ്സിലാക്കുക. ശരിക്കും നിങ്ങൾ ചില ആൾക്കാർ ഒരു ഡിവോഴ്സൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഡിവോഴ്സിനൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആവാൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആകാൻ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത് സെപ്പറേഷൻ കിട്ടുന്നു എന്നാണ് കാണുന്നത്. സെപ്പറേറ്റഡായി നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഇങ്ങനെ ഒരു ഡിവോഴ്സ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ അത് കിട്ടുന്ന ഒരു എനർജിയാണ്. ത്രീ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ശരിക്കും നിങ്ങളുടെ പാസ്റ്റിലെ ഒരുപാട് വേദനകൾ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ ഹീലിംഗ് നടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ നിങ്ങൾ അനുഭവിച്ച് തീർന്നൊരു സമയവും കൂടിയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ കാർമികമായിട്ടുള്ള കുറേ അക്കൗണ്ടും കൊണ്ടുവന്ന ആൾക്കാരാണ് എല്ലാവരും തന്നെ. അപ്പോൾ അതിൽ കുറേയധികം ആൾക്കാരെ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഈ ജന്മത്തിൽ വീണ്ടും കണ്ടുമുട്ടി. അത് നിങ്ങൾ ഒരു ക്ലോസ് ചെയ്ത ഒരു എനർജിയാണ്. വീണ്ടും അത് റീ ഓപ്പൺ ചെയ്യാതിരിക്കുക. അവർക്ക് എല്ലാവർക്കും ഫോർഗീവ്നെസ് കൊടുക്കണം എന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഈ കിട്ടിയ ഒരു പെയിൻ എന്ന് പറയുന്നത് നിങ്ങളെ പേഴ്സണൽ ഗ്രോത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്കൊരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ശരിക്കും കുറേയധികം ചോയ്സസ് ഈ ഒരു 1 വീക്കിൽ വരാം. കുറേ ചാൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. പക്ഷേ നിങ്ങൾ ആ ഒരു ചാൻസസ് ഒന്നും കാണാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് മാറി ചിന്തിക്കാനാണ് ഈ ഒരു 1 വീക്കിൽ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾ പാസ്റ്റിൽ ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലമോ, നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ചിലപ്പോൾ ദൈവം തരുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഒരു നല്ല ഒന്നിലധികം ചാൻസ് നിങ്ങൾക്ക് തരുമെന്നാണ് കാണുന്നത്. പക്ഷേ ആ ഒരു ചാൻസ് ഒന്നും നിങ്ങൾ കാണാതെ നിങ്ങൾ ചില പ്രത്യേക കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു ഫോക്കസൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് മുന്നിലുള്ള കാര്യം, ദൈവികമായ കാര്യത്തിൽ നിങ്ങളത് സ്വീകരിക്കുക. കാരണം നമ്മൾ ഒരു കാര്യം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാര്യത്തിന് തന്നെ ഉത്തരം തരണമെന്നില്ല. കാരണം ആ ഒരു കാര്യത്തിന് അത് സാധിച്ചു തരാത്തത് നിങ്ങൾക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ചോയ്സ് അല്ലെങ്കിൽ ചാൻസ് നിങ്ങൾക്ക് ദൈവം തരണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് നന്മയില്ലാത്തൊരു കാര്യം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ട് ദൈവം തരാത്തത്. അതുകൂടി മനസ്സിലാക്കുക. പക്ഷേ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അത് വിട്ട് കളയാനാണ് പറയുന്നത്. കാരണം ഇതൊരു കൂടുതലും റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലേ നിങ്ങൾക്ക് സന്തോഷം കിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അത് വിട്ട് കളയുക. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ശരിക്കും സമയം അനുകൂലമാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ കർമ്മ ഒക്കെ തീരുന്നൊരു സമയമായിരിക്കാം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങളുടെ ഒരു കർമ്മയൊക്കെ തീർന്ന് നിങ്ങൾ ശരിക്കും ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്നൊരു സമയമാണ്. അപ്പോൾ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ മോക്ഷത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് സ്പിരിച്വൽ പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ആൾറെഡി നിങ്ങൾക്കത് ഉണ്ടായിരിക്കും. നിങ്ങൾ കൂടുതൽ മോക്ഷത്തെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ആ ഒരു കർമ്മ ബാഗേജൊക്കെ മാറ്റി എങ്ങനെ കൂടുതൽ നമുക്ക് നമ്മളുടെ സാൽവേഷനിലേക്ക് പോകാമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും അവർ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുക. ശരിക്കും ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നൊരു സമയമാണെന്നാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്തതുപോലെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾ
ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു എനർജി ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തെ ഏതെങ്കിലും രാജ്യത്തേക്കുള്ളവർ അവിടെ നിന്ന് കുറേ നാളുകളായി നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. എംപററാണ്. ശരിക്കും നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് ഈഗോ ഉണ്ടാകാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടും എന്നാണ് കാണുന്നത്. മറ്റുള്ളവർ നിങ്ങളെ ഒരു മൂല്യവും ഇല്ലാതെ കണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അത് വീട്ടിലായാലും നിങ്ങൾ വർക്ക് പ്ലേസിലായാലും പൊതുസമൂഹത്തിലായാലും അങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ആ സമയം നമുക്ക് മുതലെടുത്തേക്കാം എന്നൊരിക്കലും ചിന്തിക്കാതിരിക്കുക. നമ്മളെല്ലാവരും മനുഷ്യരാണ്, അതുകൊണ്ടാണ് പറയുന്നത്. കുറേ ഈഗോ വരാനുള്ളൊരു സമയമുണ്ട്, ഒരു സാഹചര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ഈഗോ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും. ഫ്യൂച്ചറിൽ വീണ്ടും നമ്മളത് ഈ പഴയ സിറ്റുവേഷനിലേക്ക് പോകേണ്ടി വരും. ശരിക്കും ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നത് പാസ്റ്റിൽ നമ്മൾ കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. ശരിക്കും കുറേ ആൾക്കാർക്ക് ഇതിനകത്ത് ഒരു പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ട്. കാരണം പാസ്റ്റിൽ മറ്റുള്ളവർ നിമിത്തം കിട്ടാതിരുന്ന ആനുകൂല്യങ്ങൾ, അത് പ്രൊമോഷനാകാം, നിങ്ങളുടെ പൂർവിക സ്വത്താവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗ്യമാകാം, എന്ത് തന്നെയായാലും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നാണ് കാണുന്നത്. ഫിനാൻഷ്യൽ മെറ്റീരിയൽ ചേഞ്ചസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ചേഞ്ച് വരുമെന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ചിലപ്പോൾ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് ആലോചിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട് വെക്കാനുള്ള സ്ഥലം കിട്ടുന്നൊരു എനർജി ഉണ്ട്. പിന്നെ ചിലപ്പോൾ വീട് പണി നിങ്ങൾക്ക് തുടങ്ങുന്നുണ്ടായിരിക്കാം. ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള തുടക്കം കുറിക്കുന്നൊരു സമയമാണിത്. അത് വീടാകാം, വണ്ടിയാകാം, അല്ലെങ്കിൽ ഒരു പെർമനന്റ് ജോബാകാം, ബിസിനസ്സാകാം, എന്ത് തന്നെയായാലും നിങ്ങൾ പെട്ടെന്നൊന്നും നശിച്ചു പോകാത്ത തരത്തിലുള്ള ഒരു സ്ട്രക്ചർ, ആ ഒരു ബേസ് നിങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം അങ്ങനത്തെ അതിൽ നിങ്ങൾ വളരെ സന്തോഷം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാർക്കും വീട് വെക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലാൻ വരപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. റിജോയ്സിൻ്റെ സെലിബ്രേഷനാണ്. ഇതിൽ ഒരു സെലിബ്രേഷൻ്റെ ഒരു എനർജി ഉണ്ട്. ചില ആൾക്കാർ ഇതിനകത്ത് ഒരു പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പാസ്റ്റിലുള്ള ഫ്രണ്ട്സിനെ ഒന്ന് കണ്ടുമുട്ടി അവരുമായിട്ടൊരു ഫങ്ഷൻ എന്തെങ്കിലും വെക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടൊന്ന് പുറത്തു പോകുന്ന ഒരു എനർജിയാണ്. പിന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ സമയം എൻജോയ് ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം ലൈഫിൽ, അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് സന്തോഷിച്ച് ജീവിക്കണം എന്നൊക്കെ നിങ്ങൾക്കൊരു ഇത് തോന്നുന്ന ഒരു സമയമാണ്. ഡെസ്റ്റിനിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ഇതിനകത്തൊരു സ്പിരിച്വൽ അവേക്കണിങ് നടക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. ഒരുപാട് ചോയ്സസും ഒരുപാട് ചിന്തകളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അന്തിമമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു മനസമാധാനവും സന്തോഷവും ഒക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആകണം എന്ന് നിങ്ങൾ തോന്നുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ കമ്മ്യൂണിറ്റീസിൽ ചേരുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതിലാണ് യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി എന്നാണ് നിങ്ങൾ ഇപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്തുണ്ട്. സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്പിരിച്വലി നിങ്ങൾ വളരെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ അതിൽ പലപ്പോഴും നിങ്ങൾക്ക് പല തടസ്സങ്ങളും ഉണ്ടായിരിക്കാം.
നമ്മൾ സ്പിരിച്വലി പോകുമ്പോൾ കൂടുതലും ആ ഒരു സ്പിരിച്വൽ പാത്തിൽ പോകുമ്പോൾ പലതരത്തിലുള്ള സ്ട്രഗിൾസും ഒബ്സ്റ്റക്കിൾസും ഒക്കെ നമുക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർത്താതെ വീണ്ടും വീണ്ടും പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ സ്പിരിച്വലായി കഴിയുമ്പോൾ നമ്മളുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള കർമ്മ മുഴുവൻ ക്ലെൻസ് ചെയ്താണ് പോണത്. അപ്പോൾ ഓരോ സമയവും നമുക്ക് ഓരോ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ചിന്തിക്കും, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മെഡിറ്റേറ്റ് ചെയ്തിട്ടും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുന്നത്? ഇത് ഇനി ദൈവത്തെ വിളിക്കുന്നത് കൂടിപ്പോയത് കൊണ്ടാണോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന സമയം കൂടിയാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളുടെ കർമ്മ മുഴുവൻ ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ആ ഒരു സോള് അത് വേറൊരു ലെവലിലേക്ക് എത്തുന്തോറും നമുക്ക് ഓരോ സ്റ്റെപ്പ് നമ്മൾ ക്ലെൻസ് ചെയ്യുകയാണെന്നാണ്. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ഒരുപാട് പാപങ്ങളും തെറ്റുകളൊക്കെ ചെയ്ത ആൾക്കാരായിരിക്കാം. അപ്പോൾ ആ ഒരു സാൽവേഷനിലേക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സ്ട്രഗിളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത് ഈസി അല്ല, ഏറ്റവും ടഫായിട്ടുള്ള ഒരു യാത്രയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ കുടുംബജീവിതവും സ്പിരിച്വാലിറ്റിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മഹർഷിമാർക്കൊക്കെ ഈ പറയുന്നുണ്ടെങ്കിലും കുറച്ച് എളുപ്പമാണ് അവരുടെ കാര്യം. കാരണം അവർക്ക് ഫാമിലി ലൈഫൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനെ പറ്റി ഓർത്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ഈ ഒരു സ്ട്രഗിൾ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഒരു സ്പിരിച്വാലിറ്റിയിൽ എത്തുന്നതുണ്ടെങ്കിൽ നമുക്ക് സാൽവേഷൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കെട്ടുപാടുകൾ ഉള്ളത് ഫാമിലി ഉള്ളപ്പോഴാണ്. ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, അപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ്, ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഒരു അസുഖമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒക്കെ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ടെൻഷനും പ്രശ്നങ്ങളുമാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നമുക്ക് വിഷമം വന്നുകൊണ്ടിരിക്കും, നമുക്ക് സ്ട്രഗിൾ വന്നുകൊണ്ടിരിക്കും, തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നല്ല കാമായിട്ടിരിക്കുന്നവരാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മഹർഷിമാരെന്ന് പറയുന്നത് അവർക്ക് വേറെ ഒന്നും തന്നെ ചിന്തിക്കാനില്ല എന്നുള്ളതാണ്. അവർക്ക് അവരുടെ മുന്നിൽ അവർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അവരും ദൈവവും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ താമസിക്കുന്ന ഭൂമിയിൽ സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ കൊടുക്കുന്നത് ഫാമിലിയാണ്. ആ ഒരു ഫാമിലിയിൽ നിന്നുകൊണ്ട് സ്പിരിച്വാലിറ്റിയിൽ പോകുന്ന ആൾക്കാർക്കാണ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് സാൽവേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് പിന്നെ ഒരു ജന്മം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സായുജ്യത്തിലേക്ക് പോകാൻ പറ്റും എന്നാണ് അത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്ട്രഗിളൊക്കെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം നിങ്ങൾക്കതിന് പറ്റുമെന്നാണ് കാണുന്നത്. ഒരു പരീക്ഷണവും കൂടിയാണ്, ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ ഈ ഒരു നെക്സ്റ്റ് 1 വീക്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്പിരിച്വാലിറ്റിയിലായിരിക്കും, നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ജേർണിയിലായിരിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതൊരു എനർജി എക്സ്ചേഞ്ച് കൂടിയാണ്. അപ്പോൾ നമുക്കൊരു ഒരു തരത്തിലും നമ്മളൊരു കർമ്മ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പാസ്റ്റിൽ നമുക്കിതൊന്നും അറിയില്ലായിരിക്കാം. ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ അങ്ങനെയൊന്ന് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.